ഭരണഘടന ഉണ്ടായ കാലം മുതൽ തന്നെ ഉണ്ടായ ഭരണഘടനാ സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന വാർത്തകൾ അടുത്ത കാലത്തായി പലപ്പോഴും ഉയരാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഭരണകക്ഷിയുമായി ബന്ധമുള്ള ഒരു CITU നേതാവ് PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം നൽകി 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും 22 ലക്ഷത്തോളം രൂപ കൈമാറിയും. ഈ ആരോപണ വിധേയനായ വ്യക്തിയാവട്ടെ മന്ത്രി മുഹമ്മദ് റിയാസുമായും എളമരം കരീമുമായും എല്ലാം ബന്ധമുള്ള, ജില്ലാ സെക്രട്ടറി മോഹനുമായും ഒക്കെ ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ആയുർവേദ ഡോക്ടറായ ഒരു പരാതിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ തുക ആവശ്യപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് നടക്കും എന്ന പ്രത്യാശയിലായിരുന്നു അഡ്വാൻസായി 22 ലക്ഷം രൂപ നൽകിയാൽ. അത് നടക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ പ്രശ്നം വിവാദമായിരിക്കുന്നത്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കോഴിക്കോട് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ അഴിമതി ആരോപണത്തെക്കുറിച്ച്, ഈ കൈക്കൂലി ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ല എന്ന മറുപടി മാത്രമാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയത്. അതിനപ്പുറം അദ്ദേഹം ഒന്നും അറിയില്ല എന്നുള്ള മറുപടി മാത്രമാണ് നൽകിയത്. പക്ഷേ നേരത്തെ തന്നെ കോഴിക്കോട് പാർട്ടി കേന്ദ്രീകരിച്ച് ഒരു ഇത്തരത്തിൽ അഴിമതിയും മറ്റും നടത്തുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നതായി മുഹമ്മദ് റിയാസ് തന്നെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നതായി പറയുന്നു. എന്തായാലും ഗുരുതരമായ ഈ ആരോപണം CPMൻ്റെ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് അന്വേഷണം നടന്നു വരികയാണ്. പക്ഷെ നമ്മുടെ വിഷയം അത് മാത്രമല്ല. കാരണം അനേകം സ്റ്റേറ്റുകളുള്ള ഇന്ത്യ രാജ്യത്തെ UPSCയിൽ ഉള്ളതിനേക്കാൾ അംഗങ്ങളാണ് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ളത്. 20 മെമ്പർമാരും ഒരു ചെയർമാനും അടങ്ങി മന്ത്രിസഭ പോലെ 21 അംഗ പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരളത്തിലുള്ളത്. തമിഴ്നാട്ടിലോ UPയിലോ ബീഹാറിലോ ഒന്നും തന്നെ ഇത്രയും വലിയ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഇല്ല. കാരണം നമുക്ക് ആകെയുള്ള ജനസംഖ്യയും നമ്മുടെ വിസ്തീർണവും എല്ലാം കണക്കാക്കിയാൽ തൊഴിൽരഹിതരായ ആളുകൾക്ക് ജോലി നൽകുന്നതിന് ഇത്രയും വലിയൊരു സംവിധാനം ആവശ്യമുണ്ടോ എന്ന സംശയം ആർക്കും ഉണ്ടാവും. ഈ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഈ സന്ദർഭത്തിൽ മറിയക്കുട്ടിമാർ പെൻഷൻ ആവശ്യപ്പെട്ട് പിച്ചച്ചട്ടിയുമായി നടക്കുന്ന കാലത്താണ് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ PSC ചെയർമാൻ്റെയും മെമ്പർമാരുടെയും ശമ്പളം ഇരട്ടിപ്പിച്ച് നൽകിയത്. 3.5 ലക്ഷത്തോളം രൂപയാണ് ചെയർമാൻ്റെ പ്രതിമാസ വേതനം. ഇതിനു പുറമെയാണ് വാഹനവും മറ്റ് സൗകര്യങ്ങളും. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം ആയാൽ മരണം വരെ അവരുടെ ജീവിതം സുരക്ഷിതമാണ്. അവരുടെ ജോലിയാകട്ടെ തൊഴിൽരഹിതരായ ആളുകൾക്ക് ജോലി നൽകുക എന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിലെ തൊഴിലില്ലാത്ത യുവാക്കളുടെയും യുവതികളുടെയും പേരിൽ തഴച്ച് കൊഴുത്ത് വളരുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ ഭരണഘടനാ സ്ഥാപനം മാറാൻ പാടില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാനൊരു മുൻ PSC അംഗത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ നമ്മുടെ PSCയെ പോലെ പ്രവർത്തനം നടത്തുന്നില്ല എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായങ്ങൾ അക്കമിട്ട് അദ്ദേഹം നിരത്തി. ഞാൻ അതുകൂടി പറയാം. 1236 കാറ്റഗറികളിലേക്ക് കേരള PSC പരീക്ഷ നടത്തുന്നുണ്ട്. പരീക്ഷയും ഇൻ്റർവ്യൂവും നടത്തുന്നുണ്ട്. പ്യൂൺ ജോലി മുതൽ സബ് കളക്ടർ വരെയുള്ള തസ്തികകളിലേക്കുള്ള പരീക്ഷയും ഇൻ്റർവ്യൂവും നടത്തുന്നത് PSC ആണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും മറ്റ് കോളേജുകളിലുമുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അധ്യാപകരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും PSC ആണ്. നമ്മുടെ PSCക്ക് കോഴിക്കോടും കൊച്ചിയിലും എല്ലാം റീജിയണൽ ഓഫീസുണ്ട്. 3 റീജിയണൽ ഓഫീസുണ്ട്. ഇതിനു പുറമെ എല്ലാ ജില്ലകളിലും PSCക്ക് ജില്ലാ ഓഫീസുകളുമുണ്ട്. ഇത്തരം സംവിധാനമൊന്നും മറ്റ് സംസ്ഥാനങ്ങളിലില്ല എന്നാണ് PSC മെമ്പർ വിശദീകരിച്ചത്. മറ്റൊന്ന്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ
നടത്തുന്നതും അവരുടെ പ്രൊമോഷനിൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നതും പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായാൽ, കേസുകൾ ഉണ്ടായാൽ അത് പരിശോധിക്കാനായി സബ് കമ്മിറ്റികളുണ്ട്. ഇങ്ങനെ 20 മെമ്പർമാർക്കും ചെയർമാനും മുഴുവൻ സമയവും ചെയ്യാനുള്ള ജോലികൾ നമ്മുടെ PSC ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള കേന്ദ്ര സർവീസിലേക്ക് പോസ്റ്റിംഗ് നടത്തുന്ന, ഇപ്പോൾ സിവിൽ സർവീസിലേക്ക് പോലും പോസ്റ്റിംഗ് നടത്തുന്ന UPSCയിൽ ഇത്രയും അംഗങ്ങളില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, UPSC ഒരു വർഷം ഒരു 8,000 അല്ലെങ്കിൽ 10,000 ആളുകൾക്ക് ജോലി നൽകാറുള്ളൂ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് 30,000 പേർക്കെങ്കിലും ജോലി നൽകുന്നുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. കാലതാമസം വരാറുണ്ട്, പക്ഷെ എന്നാലും ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒന്നാണത്രേ കേരളത്തിലെ PSC. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ PSC മെമ്പർമാരെ നിയോഗിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലേ? അത് തെറ്റായ ഒരു കീഴ്വഴക്കമല്ലേ? അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, പണ്ടങ്ങനെ ആയിരുന്നില്ല. വിവിധ രംഗങ്ങളിൽ, ഇപ്പോൾ ജുഡീഷ്യൽ രംഗത്ത്, അഭിഭാഷക മേഖലയിൽ, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ രംഗത്ത്, പിന്നെ ബിസിനസ് രംഗത്ത്, അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സർക്കാരും നിയമിച്ചിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഭരിക്കുന്ന സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ PSC മെമ്പർമാരായി നിയമിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഭൂരിപക്ഷ അംഗങ്ങളെയും നിയമിക്കുന്നത് CPM ആണ്. രണ്ടാമത്തെ ഘടകകക്ഷി എന്ന നിലയിൽ CPIക്കാണ് പിന്നീട് ഊഴം. അങ്ങനെ ഈ 20 അംഗങ്ങളുടെയും പോസ്റ്റിംഗ് പങ്കിട്ടെടുക്കുകയാണ്. ഭരണകക്ഷി ഘടകകക്ഷികൾ പങ്കിട്ടെടുക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ജനതാദൾ, മാത്യു ടി ജോർജ് ചെയർമാനായ ജനതാദളിന് അനുവദിച്ച PSC അംഗത്തിൻ്റെ സീറ്റ് കഴിഞ്ഞ 2 കൊല്ലമായി ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിന് കാരണം ഇപ്പോൾ കോഴിക്കോട് ഉയർന്നതുപോലെ PSC അംഗമാക്കാമെന്ന് പറഞ്ഞ് ഈ ജനതാദളിൻ്റെ ആളുകൾ വലിയ തുക കൈക്കൂലി വാങ്ങി എന്ന ആരോപണം ഉയർന്നു. ആ ആരോപണത്തിൻ്റെ വെളിച്ചത്തിൽ ആ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നിലവിൽ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പല വേക്കൻസികളും ഒഴിഞ്ഞു കിടക്കുകയാണ്. സത്യത്തിൽ ഇൻഫർമേഷൻ കമ്മീഷനിലായാലും മനുഷ്യാവകാശ കമ്മീഷനിലായാലും ഇത്തരം സ്ഥാപനങ്ങളിൽ, അതായത് സെമി ജുഡീഷ്യൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ സ്വഭാവമുള്ള സ്ഥാപനങ്ങളിൽ നടത്തുന്ന നിയമനങ്ങൾ രാഷ്ട്രീയമാകുന്നത് തീർച്ചയായും തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. കാരണം പാർട്ടി പ്രതിനിധികളെ തന്നെ നിയമിക്കണം എന്ന് വാശി പിടിക്കുമ്പോൾ മെറിറ്റിന് 2ാം സ്ഥാനം മാത്രമേ ലഭിക്കൂ. മെറിറ്റ് ഇല്ലാത്ത പാർട്ടിക്കാരെ കുത്തിത്തിരുകി കഴിയുമ്പോൾ അത് ഇൻഫർമേഷൻ കമ്മീഷനായാലും മനുഷ്യാവകാശ കമ്മീഷനായാലും പബ്ലിക് സർവീസ് കമ്മീഷനായാലും അതിൻ്റെ നിലവാരം ചോർന്നു പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെയും പ്രസക്തമാകുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള UPSCയേക്കാൾ നിയമനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിന് മറുപടി പറയേണ്ടത് കേന്ദ്രം ഭരിക്കുന്ന BJPയും മോദി സർക്കാരുമാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി റെയിൽവേയിലും സൈന്യത്തിലും ഉൾപ്പെടെ എല്ലായിടത്തും നിയമന നിരോധനം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം 10 ലക്ഷത്തിൽ ഏറെ വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴും കേന്ദ്ര സർക്കാർ നിയമനം നടത്തുന്നില്ല എന്ന ആരോപണം വളരെ സജീവമാണ്. 45 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്കുകളും ഞെട്ടിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ PSC സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ PSC മെമ്പർമാരുടെ നിയമനം രാഷ്ട്രീയവൽക്കരിക്കരുത്, അതിൻ്റെ പേരിൽ കച്ചവടം ആരും നടത്തരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്.